ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈഫൈ മോഡം എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. വൈഫൈ മോഡം കോൺഫിഗർ ചെയ്യാനായിട്ട് നമ്മുടെ വൈഫൈ മോഡം ഒരു PC ആയിട്ടോ അല്ലെങ്കിൽ മൊബൈൽ ഫോണുമായിട്ടോ വയേർഡ് ആയിട്ടോ അല്ലെങ്കിൽ വയർലെസ് ആയിട്ടോ നമ്മൾ ആദ്യം കണക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഡെസ്ക് ടോപ്പ് ഇവിടെ ഇരിക്കുന്ന വൈഫൈ മോഡുമായിട്ട് കണക്റ്റഡ് ആണ്. വൈഫൈ മോഡുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടും. ഇപ്പോൾ ഇതിൽ വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് വൈഫൈ മോഡുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഇവിടെ ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡം ഒരു IP അഡ്രസ്സ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ IP അഡ്രസ്സ് ഏതാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വിൻഡോ കീയും 6 കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൺ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. റൺ ബോക്സിൽ CMD എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. CMD ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുമ്പോൾ നേരെ കമൻറ്റ് ബോക്സിലോട്ടാണ് പോകുന്നത്. കമൻറ്റ് ബോക്സിൽ IP config എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മോഡം തന്നിട്ടുള്ള ഒരു IP അഡ്രസ്സ് കാണുവാനായിട്ട് സാധിക്കും. തൊട്ട് താഴെ ആ IP അഡ്രസ്സിൻ്റെ സബ്നെറ്റ് മാസ്ക് കാണാം. അതുകൂടാതെ ഇവിടെ ഡിഫാൾട്ട് ഗേറ്റ്വേ എന്നുള്ളത് നമ്മുടെ മോഡത്തിൻ്റെ IP ആണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മോഡത്തിൻ്റെ IP കിട്ടി. 192.168.1.1 എന്നുള്ളതാണ് നമ്മുടെ മോഡത്തിൻ്റെ IP. അപ്പോൾ എങ്ങനെയാണ് ഇനി ഒരു മോഡത്തെ കോൺഫിഗർ ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ മോഡത്തെ കോൺഫിഗർ ചെയ്യാനായിട്ട് നമ്മുടെ മോഡവും ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു PCയിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഒന്നിൽ ഗൂഗിൾ ക്രോമോ അല്ലെങ്കിൽ ഫയർഫോക്സോ അല്ലെങ്കിൽ എഡ്ജോ ഏതെങ്കിലും ഒരു ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഈ ബ്രൗസറിൽ ഏറ്റവും മുകളിൽ വശത്തായിട്ട് നമുക്ക് മോഡത്തിന് കിട്ടിയിട്ടുള്ള IP, നമ്മുടെ മോഡത്തിൻ്റെ IP ഉണ്ടാവുമല്ലോ, നമ്മൾ നേരത്തെ ഗേറ്റ്വേ ആയിട്ട് കണ്ടതാണ് മോഡത്തിൻ്റെ IP. ആ മോഡത്തിൻ്റെ IP ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മോഡത്തിൻ്റെ IP എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് മോഡം കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോഡത്തിൻ്റെ കോൺഫിഗറേഷൻ ഫയലിലോട്ടാണ് നമുക്ക് കയറാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോഡം പല വെൻഡേഴ്സിൻ്റെ ആവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് D-Link, TP-Link, നോക്കിയ, അങ്ങനെ ഒരുപാട് വെൻഡേഴ്സുകളുണ്ട്. അത് നമ്മുടെ സർവീസ് പ്രൊവൈഡർ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് സർവീസ് പ്രൊവൈഡറാണ് സാധാരണ നമുക്ക് മോഡം തരാറുള്ളത്. അപ്പോൾ ആ സർവീസ് പ്രൊവൈഡർ ഏത് കമ്പനിയുടെ മോഡമാണ് തന്നിട്ടുള്ളത് എന്ന് നമുക്ക് മോഡത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. അപ്പോൾ ഡിഫാൾട്ടായിട്ട് വരുന്ന യൂസർ നെയിമും പാസ്വേഡും പല മോഡം കമ്പനികളുടെയും പലതായിരിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു യൂസർ നെയിം ഒന്നും ഡിഫാൾട്ടായിട്ട് അഡ്മിൻ എന്നാണ് വരാറുള്ളത്. അപ്പോൾ പാസ്വേഡ് ഞാനിവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എൻ്റെ മോഡത്തിൻ്റെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ലോഗിൻ എന്ന് കാണുന്ന ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ മോഡത്തിൻ്റെ ഹോം പേജിലോട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഹോം പേജിൽ നമുക്കിവിടെ WAN IP എന്ന് പറയുന്നൊരു IP ഉണ്ടാവും. ഇത് നമുക്ക് ഇൻ്റർനെറ്റിലോട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സർവീസ് പ്രൊവൈഡർ നമുക്ക് തന്നിട്ടുള്ള ഒരു IP അഡ്രസ്സാണ് ഈ WAN IP അവിടെ കാണുന്നത്. തൊട്ട് താഴെ ഇൻ്റർനെറ്റ് സ്റ്റാറ്റസ് ഓൺ ആണ്, അതേപോലെ തന്നെ വൈഫൈ ഓൺ ആണ്, അതേപോലെ തന്നെ വോയിസ് സ്റ്റാറ്റസ് ഓൺ ആണ്. വോയിസ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ എല്ലാം എടുക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ വോയിസ് കോൾ ഒരു ലാൻഡ് ഫോൺ കൂടി അതിൻ്റെ ഒപ്പം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ ഇരിക്കുന്ന ഈ ഒരു മോഡത്തിൽ അങ്ങനെ വോയിസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വോയിസ് സ്റ്റാറ്റസും ഓൺ ആണ് എന്നുള്ളതാണ്. ഈ താഴെ ഇവിടെ കാണുന്നത് എൻ്റെ മോഡത്തിൻ്റെ മോഡൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഫസ്റ്റ് ഈ ഓവർവ്യൂ എന്ന് കാണുന്ന ഓപ്ഷനിൽ കാണാൻ പറ്റുന്നത്. പിന്നെ തൊട്ട് താഴെ ഇവിടെ കണക്ട് ചെയ്ത ഡിവൈസുകളുടെ പേരും കാര്യങ്ങളൊക്കെ താഴെ ഇവിടെ ഉണ്ടാവും. ഡിവൈസ് ഇൻഫർമേഷൻ എന്ന് കാണുന്ന ഓപ്ഷൻ എടുക്കുക. ഡിവൈസ് ഇൻഫർമേഷനിൽ നമ്മുടെ വെൻഡേഴ്സിനെ കുറിച്ചാണ്, നമ്മൾ ഏത് കമ്പനിയുടെ മോഡമാണ് യൂസ് ചെയ്യുന്നത്, ആ മോഡത്തിൻ്റെ മോഡൽ നമ്പർ എത്രയാണ്, അതിൻ്റെ സീരിയൽ നമ്പർ എത്രയാണ്, അതുപോലെ തന്നെ അതിലെ ഹാർഡ്വെയർ വെർഷൻ എത്രയാണ്, അതേപോലെ ബൂട്ട് വെർഷൻ, സോഫ്റ്റ്വെയർ വെർഷൻ, അത്തരം ഇൻഫർമേഷനുകളും അതേപോലെ തന്നെ നമ്മുടെ മോഡം എത്ര നേരമായി റണ്ണിങ് ആയിട്ടുള്ളത് എന്നുള്ള ഒരു ടൈം ഇവിടെ കാണിക്കും. ഏകദേശം 2 ദിവസവും 7 ഹവറുമായിട്ട് നമ്മുടെ മോഡം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കിവിടെ താഴെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ലാൻ സ്റ്റാറ്റസ് ഉണ്ടാവും. ലാൻ സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വയർലെസ് സ്റ്റാറ്റസ് ഇവിടെ ഓണാണ്. നമ്മുടെ വയർലെസ് സ്റ്റാറ്റസിൻ്റെ ചാനൽ നമ്പർ എന്ന് പറയുന്നത് 1 ആണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ SSID എന്ന് പറയുന്നത് നമ്മുടെ വൈഫൈയുടെ നെയിമാണ്. ആ നെയിം നമുക്കിവിടെ എഴുതി കാണിച്ചിട്ടുണ്ടാവും.
അതുപോലെ വയർലെസ് ആയിട്ട് എത്ര പാക്കറ്റുകൾ സെൻഡ് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ എത്ര പാക്കറ്റുകൾ റിസീവ് ആയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബൈറ്റുകളും കാണിക്കും. ഇത്ര ബൈറ്റ് ഇവിടെ റിസീവ് ആയിട്ടുണ്ട്, ഇത്ര ബൈറ്റ് ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ആയിട്ടുണ്ട് വയർലെസ് വഴി. അപ്പോൾ വയർലെസ് അഡാപ്റ്ററിൻ്റെ വയർലെസ് നെറ്റ്വർക്കിൻ്റെ നെയിമും ഇവിടെ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് താഴത്തോട്ട് വന്ന എതർനെറ്റ് ഇൻഫർമേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എതർനെറ്റ് IP അഡ്രസ്സ്, ഇതാണ് നമ്മുടെ സാധാരണ മോഡത്തിൻ്റെ IP അഡ്രസ്സ് ആയിട്ടുള്ളത്. നമുക്കിവിടെ താഴെ നമ്മൾ ഉപയോഗിക്കുന്ന മോഡത്തിന് 4 ലാൻ പോർട്ടാണുള്ളത്. ലാൻ 1, 2, 3, 4 എന്നുള്ള 4 ലാൻ പോർട്ട് ഉണ്ട്. ഈ 4 ലാൻ പോർട്ടിൽ ഇപ്പോൾ 2 ലാൻ പോർട്ടാണ് അപ്പായിട്ടുള്ളത്. എന്ന് വെച്ചാൽ മോഡത്തിലുള്ള 4 ലാൻ പോർട്ട് എന്ന് വെച്ചാൽ കേബിൾ നമുക്ക് വയർലെസ് അല്ല, വയേർഡായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന 4 പോർട്ടുകളാണ് നമ്മുടെ മോഡത്തിന് ഉണ്ടായിരുന്നത്. ആ മോഡത്തിൽ 2 പോർട്ടുകൾ ഇപ്പോൾ അപ്പാണ്. എന്ന് വെച്ചാൽ 2 പോർട്ടിലോട്ട് ഞാൻ ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. PC-നെ കണക്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ 2 പോർട്ട് അപ്പാണ് എന്നുള്ളതാണ്. ബാക്കിയുള്ള 2 പോർട്ട് ഇപ്പോൾ ഡൗൺ ആയി കിടക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഏതെങ്കിലും ഡിവൈസിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പോർട്ടും അപ്പ് എന്നിവിടെ കാണിക്കും. അങ്ങനെ ആ 2 പോർട്ടിലൂടെ എത്ര പാക്കറ്റ് റിസീവ് ആയിട്ടുണ്ട്, എത്ര പാക്കറ്റ് സെൻഡ് ആയിട്ടുണ്ട്, എത്ര ബൈറ്റ് റിസീവ് ആയിട്ടുണ്ട്, എത്ര ബൈറ്റ് സെൻഡ് ആയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിവിടെ നമ്മുടെ വയർലെസ് നെറ്റ്വർക്ക് സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെക്യൂരിറ്റി എന്ന് കാണുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ മോഡൽ ഇതേ ഒരു കോൺഫിഗറേഷൻ പോലെ ആയിരിക്കില്ല വെൻഡേഴ്സ് മാറുന്നതിനനുസരിച്ച്. ഇപ്പോൾ D-Link, TP-Link പോലുള്ള കമ്പനികളൊക്കെ ആണെങ്കിൽ ഈ കാണുന്ന ഈ ഒരു യൂസർ ഇൻ്റർഫേസിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. പക്ഷേ എല്ലാം ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യുക. ഇവിടെ സെക്യൂരിറ്റി എന്ന് കാണുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ സെക്യൂരിറ്റി എന്ന് കാണുന്ന ഓപ്ഷനിൽ നിങ്ങൾക്കിവിടെ മാക് ഫിൽട്ടർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു നെറ്റ്വർക്കിൽ ഇവിടെ വയർലെസ് 2.4 GHz അതേപോലെ വയർലെസ് 5 GHz നമുക്ക് 2 ബാൻഡാണ് നമ്മുടെ മോഡത്തിലുള്ളത്. ഡുവൽ ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന മോഡമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇപ്പോൾ പഴയ മോഡങ്ങളൊക്കെ ആണെങ്കിൽ സാധാരണ അതിൽ 2.4 ബാൻഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ മോഡങ്ങളിലും 2 ബാൻഡ് 2.4 ഉണ്ടാവും, 5 GHz 2 ബാൻഡും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു 5 ബാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ വൈഫൈ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരേ പേരിൽ 2 എണ്ണം കാണിക്കും. ഇപ്പോൾ 2.4 കാണിക്കുന്നുണ്ടാവും, 5 ബാൻഡും കാണിക്കുന്നുണ്ടാവും. ഡുവൽ ബാൻഡ് നമ്മുടെ വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ 2.4 ബാൻഡ് വയർലെസ് 2.4 GHz എന്ന് പറഞ്ഞ ബാൻഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ബാൻഡിനെ ഇവിടെ ഫസ്റ്റ് എനേബിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാൻഡ് ഓൺ ആണെന്നാണ്. കാരണം ഈ പെട്ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ 2.4 ബാൻഡ് നമുക്ക് വയർലെസ് നമുക്ക് ഓഫ് ചെയ്തിടാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്. മാക്സിമം നമുക്ക് എത്ര യൂസേഴ്സിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ 32 യൂസേഴ്സിന് നമുക്ക് ഈ 2.4 ബാൻഡുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ ആ ബാൻഡിന് എന്ത് പേരാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ വൈഫൈയുടെ പേര് നമുക്ക് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ WPA എൻക്രിപ്ഷൻ ബോർഡ് ഉണ്ടാവും. ഈ എൻക്രിപ്ഷൻ ബോർഡിൽ നമുക്ക് ഓപ്പൺ ആക്കിയിടാം, അതേപോലെ തന്നെ WEP ആക്കിയിടാം, WPA/WPA2 പേഴ്സണലാക്കിയിടാം. അപ്പോൾ WPA2 പേഴ്സണൽ ഇട്ടതിന് ശേഷം ഇവിടെ WPA കീ ചോദിക്കും. ഈ കീ ആയിരിക്കും നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വൈഫൈയുടെ പാസ്വേഡ് ഡിഫാൾട്ടായിട്ട് ചിലപ്പോൾ ഒരു പാസ്വേഡ് കാണും. ആ പാസ്വേഡ് മാറ്റിയിട്ട് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ 2.4 ബാൻഡിൻ്റെ പാസ്വേഡായിട്ട് ഇവിടെ കാണുന്നത്. അതേപോലെ WPS വേണമെങ്കിൽ എനേബിൾ ചെയ്തിടാം, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്തിടാം. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോകളിൽ ഉണ്ടായിരുന്നു എന്താണ് WPS എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ അത് എനേബിൾ അല്ലെങ്കിൽ ഡിസേബിൾ ഡിസേബിൾ ആക്കിയിട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ നമ്മുടെ 2.4 ബാൻഡിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അത് സേവ് ചെയ്തു. തൊട്ട് താഴെ നമുക്ക് 5 ബാൻഡ് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ 5 ബാൻഡ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 ബാൻഡ് നമുക്ക് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടിക്ക് എനേബിൾ ചെയ്താലുള്ളൂ 5 ബാൻഡ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. ബാക്കിയുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് മാക്സിമം 32 യൂസേഴ്സിനെ വരെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ SSID നെയിം, ഇതാണ് 5 ബാൻഡിൻ്റെ പേര് കാണിക്കുന്നത്. ജംബ് ഹോസ്റ്റ് 5 GHz എന്ന് പറഞ്ഞ പേരിലായിരിക്കും ഉണ്ടാവുക. തൊട്ട് താഴെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലും എൻക്രിപ്ഷൻ ബോർഡ് ഉണ്ട്. അപ്പോൾ എൻക്രിപ്ഷൻ ബോർഡ് ഞാൻ WPA2 WPA എന്ന് പറയുന്ന എൻക്രിപ്ഷൻ ബോർഡാണ് ഇട്ടത്.
ഇത് ഓപ്പൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ വൈഫൈക്ക് പിന്നെ പാസ്വേഡ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് കാണിക്കും. അത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കുറയുകയാണ് ചെയ്യുക. അത് ഓപ്പൺ മോഡിലോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്കിവിടെ WPA2 + WPA ഇടാം. ഇവിടെയാണ് നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് കൊടുക്കുന്നത്. അപ്പോൾ 2 ബാൻഡ്, ഇപ്പോൾ 2.4 ബാൻഡും ഉണ്ട്, 5 ബാൻഡും ഉണ്ട്. 2 ബാൻഡിന് നമുക്ക് വ്യത്യസ്ത പാസ്വേഡുകൾ കൊടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ 5 GHz ബാൻഡിന് ഇവിടെ ഈ ഒരു പാസ്വേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ WPS എനേബിൾ ചെയ്യണോ എന്നുള്ളതാണ്. ഇവിടെ ഞാനത് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്ന് കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് വൈഫൈക്ക് സാധാരണ പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത്, നമ്മുടെ മോഡത്തിൻ്റെ കോൺഫിഗർ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ലെവൽ അടുത്ത സെക്യൂരിറ്റി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മുടെ വൈഫൈ നെറ്റ്വർക്കിനെ സെക്യൂർ ആക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി എന്ന് കാണുന്ന ഓപ്ഷനിൽ മാക് ഫിൽട്ടർ എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ മാക് ഫിൽട്ടറിൽ പോയിട്ട് ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് എതർനെറ്റ് ഇൻ്റർഫേസിനും അതേപോലെ തന്നെ വൈഫൈക്കും നമുക്ക് മാക് ഫിൽട്ടർ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ മോഡത്തിന് 4 ലാൻ പോർട്ടാണുള്ളത്. 4 കേബിൾ കണക്ട് ചെയ്യാവുന്ന 4 എതർനെറ്റ് പോർട്ടാണുള്ളത്. അപ്പോൾ മാക് ഫിൽട്ടർ മോഡ് അലോവ്ഡ് കൊടുത്തിട്ട് ഞാനിപ്പോൾ ലാൻ 1 എന്ന് വെച്ചാൽ ഒന്നാമത്തെ ലാൻ പോർട്ടിൽ ഏത് ഡിവൈസ് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഡിവൈസിൻ്റെ മാക് ഐ ഡി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയപ്പോൾ ഒരു ഡിവൈസിൻ്റെ മാക് ഐ ഡി നമുക്ക് കാണാൻ പറ്റുക? വിൻഡോ ക്യൂ മാറും കൂടെ പ്രസ് ചെയ്തിട്ട് വരുന്ന റൺ ബോക്സിൽ കമൻറ്റ് ഓപ്പൺ ചെയ്യുക. CMD അടിച്ച് ഓപ്പൺ ചെയ്തിട്ട് ഗെറ്റ് മാക് എന്ന് കാണുന്ന കമൻറ്റ് കൊടുക്കുക. ഗെറ്റ് മാക് എന്ന് കാണുന്ന കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡിവൈസിൻ്റെ മാക് ഐ ഡി കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്ന ഡിവൈസിൻ്റെ മാക് ഐ ഡി. ഈ ഒരു മാക് ഐ ഡി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ പോർട്ട്, നമ്മുടെ മോഡത്തിൻ്റെ ഒന്നാമത്തെ പോർട്ടിലോട്ട് നമുക്ക് ആ ഒരു PC മാത്രമേ കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വേറെ ഒരു PC നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി വേണമെങ്കിൽ നമുക്കിവിടെ അലോവ്ഡ് മാറ്റിയിട്ട് ബ്ലോക്ക്ഡ് കൊടുത്തിട്ട് ഒരു ഡിവൈസിൻ്റെ മാക് ഐ ഡി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ പോർട്ടിലോട്ട് ആ ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് കിട്ടില്ല. ആ ഒരു ഡിവൈസ് നമുക്ക് ബ്ലോക്ക് ആക്കാനായിട്ട് പറ്റും. ഇതാണ് എതർനെറ്റ്, നമ്മുടെ ലാൻ പോർട്ടുകൾക്ക് നമുക്ക് കൊടുക്കാവുന്ന മാക് ഫിൽട്ടർ ഇതാണ്. തൊട്ട് താഴെയായിട്ട് വൈഫൈക്ക് നമുക്കിവിടെ മാക് ഫിൽട്ടർ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വൈഫൈക്ക് മാക് ഫിൽട്ടർ കൊടുക്കാനായിട്ട് മാക് ഫിൽട്ടർ മോഡ് അലോവ്ഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഡിവൈസുകൾ അലോ ചെയ്യാം. അതേപോലെ തന്നെ 2 ബാൻഡ് ഉണ്ട്. നമുക്ക് SSID 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ 2.4 ബാൻഡും SSID 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 GHz ബാൻഡുമാണ്. അത് നമുക്ക് നേരത്തെ നമ്മുടെ നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വയർലെസ് 2.4 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു SSID 1 എന്ന് പറയുന്നത് നമ്മുടെ 2.4 GHz ബാൻഡാണ്. ഇതുണ്ട് SSID 1 2.4 GHz ബാൻഡും അതേപോലെ തന്നെ SSID 5 എന്ന് പറയുന്നത് നമ്മുടെ 5 GHz ബാൻഡുമാണ്. നമ്മളിവിടെ സെക്യൂരിറ്റി പോയതിനു ശേഷം ഇവിടെ നമ്മൾ മാക് ഫിൽട്ടറിൽ തൊട്ട് താഴെ SSID 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ 2.4 GHz ബാൻഡിന് നമുക്ക് മാക് ഫിൽട്ടർ ഇടണോ എന്നുള്ളതാണ്. അപ്പോൾ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനേബിൾ കൊടുക്കുക. എനേബിൾ കൊടുത്തതിന് ശേഷം നമ്മുടെ ഡിവൈസിൻ്റെ മാക് ഐ ഡി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ താഴെ കാണുന്ന ഈ ഒരു ഫോർമാറ്റിലാണ് മാക് ഐ ഡി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ എനിക്കൊരു മൊബൈൽ നമ്പറിൻ്റെ മാക് ഐ ഡി ആണ് എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ മൊബൈൽ ഓൺ ആക്കിയതിന് ശേഷം അതിൽ എൻ്റെ മൊബൈലിൻ്റെ മാക് ഐ ഡി ആദ്യം നോക്കുക. എൻ്റെ മൊബൈലിൻ്റെ മാക് ഐ ഡി ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ആ മാക് ഐ ഡി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അത് ഏത് മൊബൈൽ ഫോണിൻ്റെ മാക് ഐ ഡി ആണ് എന്നുള്ളത് നമുക്കിവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും, ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ആ ഒരു മാക് ഐ ഡി നമുക്കിവിടെ താഴെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഏതൊക്കെ ഡിവൈസുകളുടെ മാക് ഐ ഡി സെലക്ട് ചെയ്യണോ അങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളുടെ മാക് ഐ ഡി എടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുക. അതേപോലെ 5 ബാൻഡിന് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ SSID 5 ചൂസ് ചെയ്യുക, അത് എനേബിൾ ചെയ്യുക. ഏതൊക്കെ ഡിവൈസുകളുടെ മാക് ഐ ഡി വേണമെന്നുള്ളത് ഓരോ ഡിവൈസുകളായിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിവൈസുകളുടെ എല്ലാം ലിസ്റ്റ് നമുക്ക് ഇവിടെ താഴെ കാണാനായിട്ട് പറ്റും. അതിനുശേഷം കംപ്ലീറ്റ് ആയതിനു ശേഷം സേവ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ മാക് ഫിൽട്ടർ ചെയ്യുക. അങ്ങനെ മാക് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അലോ ചെയ്തിരിക്കുന്ന ഡിവൈസുകൾക്ക് മാത്രമേ വയർലെസ് നെറ്റ്വർക്ക് നമ്മുടെ ഡിവൈസിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ മെയിൻ്റനൻസ് എന്ന് കാണുന്ന ഓപ്ഷനിലാണ് നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് വേണമെങ്കിൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. വൈഫൈയുടെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വൈഫൈനെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് 192.168.1.1 അടിച്ച് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിരുന്നില്ലേ. അപ്പോൾ ആ പാസ്വേഡ് ഞാൻ ഇവിടെ അടിച്ച് എനിക്ക് വേണമെങ്കിൽ പാസ്വേഡ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയ പാസ്വേഡും അതേപോലെ തന്നെ ആ പാസ്വേഡും കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മോഡത്തിൻ്റെ പാസ്വേഡ് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ നമ്മൾ മാക് ഫിൽട്ടർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അലോ ചെയ്തിട്ടുള്ള ഡിവൈസുകൾക്ക് മാത്രമേ നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.